ഏവർക്കും നമസ്കാരം. മാർത്തോമ ക്രൈസ്തവരുടെ ചരിത്ര വഴികളിലൂടെയുള്ള ഒരു യാത്രയായ മാറ്റുലി എന്ന യൂട്യൂബ് പോഡ്കാസ്റ്റിൻ്റെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഒരു ചോദ്യത്തിലാണ്. കേരളത്തിന് പുറത്തുള്ള മാർത്തോമ ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചു? കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ബാക്കി എവിടങ്ങളിലെല്ലാം മാർത്തോമ ക്രൈസ്തവരുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിലുടനീളം. അപ്പോൾ അതിനെ നമ്മളെ ഇവിടെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ജെയിംസ് പുള്ളിറുമ്പിൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി പോഡ്കാസ്റ്റിൻ്റെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്ന് ഒരു സുഹൃത്തു കൂടെയുണ്ട്. കപ്പൂഷ്യൻ ബ്രദറായിട്ടുള്ള എബിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എബിൻ, സ്വാഗതം. താങ്ക് യു ബ്രദർ. അച്ഛാ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയൊരു പരാമർശം ഇങ്ങനെ ഉണ്ടായത്, അതായത് തോമസ് ലീഹ ഭാരതത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ പൊതുജന വിശേഷണം തോമസ് ലീഹ കൊടുക്കുന്നത് കേരളത്തിൻ്റെ അപ്പസ്തോലൻ എന്നൊരു പരാമർശത്തിലാണ്. അപ്പം നമുക്ക് ഈ തോമസ് ലീഹ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് പറയുന്നത് എത്രത്തോളം ന്യായമായിരിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഇന്ത്യയുടെ പഴയകാല ചരിത്രത്തിലേക്ക് ഒരു തിരിച്ചുനോട്ടത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രാചീന ഇന്ത്യയിൽ 4 പ്രധാന പട്ടണങ്ങളാണ് ഉണ്ടായിരുന്നത്. വടക്ക് ഗുജറാത്തിലെ ഭറൂച്ചും, അഫ്ഗാനിസ്ഥാനിലെ തക്ഷശിലയും, അന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണല്ലോ. തെക്ക് കേരളത്തിലെ ഇന്ന് കൊടുങ്ങല്ലൂർ എന്ന് വിളിക്കുന്ന പഴയ മുസീറിസ്, പിന്നെ കിഴക്കേ തീരത്ത് അല്ലെ കൊറുമാൻ്റെ തീരത്തുള്ള മൈലാപ്പൂർ. ഈ 4 പട്ടണങ്ങളുമായിട്ട് തോമാസ് ലീഹായ്ക്ക് ബന്ധമുണ്ടായിരുന്നു. കാരണം ഗുജറാത്തിലെ ഭറൂച്ചിലാണ് തോമാസ് ലീഹ ആദ്യ യാത്രയിൽ എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് കണ്ടു. തോമാസ് ലീഹ ഇന്ത്യയിൽ 2 പ്രേക്ഷിത യാത്രകൾ നടത്തിയെന്ന്. ആദ്യത്തെ പ്രേക്ഷിത യാത്രയ്ക്ക് തോമാസ് ലീഹ കപ്പലിറങ്ങുന്നത് ഭറൂച്ചിലാണ്. അതിനുശേഷം തോമാസ് ലീഹ ഹബാനും ഒരുമിച്ച് ഗുണ്ടഫർ ചക്രവർത്തിയെ സന്ദർശിക്കുന്നുണ്ട് തക്ഷശിലയിൽ. അതിനുശേഷം 2ാമത്തെ പ്രേക്ഷിത യാത്രയിൽ തോമാസ് ലീഹ എത്തുന്നത് മുസീറിസിലാണ്, കേരളത്തിലെ. AD 72 മൈലാപ്പൂർ അത് രക്തസാക്ഷിയാകുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിലെ 4 പ്രധാന പട്ടണങ്ങളുമായിട്ട് തോമാസ് ലീഹായ്ക്ക് ബന്ധമുണ്ട്. ആ ഒറ്റക്കാലത്താൽ തന്നെ നമുക്ക് തോമാസ് ലീഹായെ ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്ന് ന്യായമായിട്ടും വിളിക്കാം. അതേസമയം തോമാസ് ലീഹ ഇന്ത്യയിൽ ഈ 4 പട്ടണങ്ങളിൽ മാത്രമല്ല സുവിശേഷം അറിയിച്ചത്. ഈ യാത്രയുടെ ഇങ്ങോട്ടുള്ള യാത്രയുടെയൊക്കെ മറ്റ് അനേക സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അതേസമയം കാലക്രമത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ അല്ലെങ്കിൽ ക്രിസ്തുമതം കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി. അതിന് ഉദാഹരണം പറയാനുള്ളത് പുതിയ സമയത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ അന്ന് 104 ഇടവകകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 104 കേരളത്തിലാണ്. അത് വ്യക്തമാക്കുന്നത് പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന സമയത്ത് 16-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ക്രിസ്തുമതം കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ മറ്റു സ്ഥലത്ത് ക്രിസ്തുമതം എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ എനിക്ക് ഇത്രയധികം അറിയില്ലായിരുന്നു. കാരണം കേരളത്തിന് പുറത്ത് ഇത്രയധികം സ്ഥലങ്ങളിൽ തോമാസ് ലീഹ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിന് പുറത്ത് ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മാർത്തോമ ക്രൈസ്തവ സമൂഹങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഈ മാർത്തോമ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എന്താണ് കാലക്രമത്തിൽ സംഭവിച്ചത്? അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുണ്ടാകും. ഒന്ന് വ്യക്തമാക്കാം അച്ഛൻ. കേരളത്തിൻ്റെ പുറത്ത് ക്രൈസ്തവ സമൂഹങ്ങൾ, മാർത്തോമാ ക്രൈസ്തവ സമൂഹങ്ങൾ ഇല്ലാതായി തീർന്നതിന് പല കാരണങ്ങൾ പറയാം. അതിൻ്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചരിത്രത്തിൽ അനേക രാജ്യങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്ന ക്രിസ്തുമതം പിന്നീട് അപ്രത്യക്ഷമാകുന്നുണ്ട്. ഉദാഹരണത്തിന് നോർത്ത് ആഫ്രിക്ക, ഇറാൻ, ഇറാഖ്, ചൈന, ഇവിടെയെല്ലാം ആദ്യ നൂറ്റാണ്ടുകളിൽ വലിയ ക്രൈസ്തവ സഭ അല്ലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നീട് അതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതായി. അതുപോലെ ഇന്ത്യയിലും കേരളം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ, മാർത്തോമാ ക്രൈസ്തവ സമൂഹങ്ങൾ ഇല്ലാതായി എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ വളരെ അസാധാരണം എന്ന് പറയാൻ പറ്റത്തില്ല.
പക്ഷേ കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമത്തെ പ്രധാന കാരണം വിദേശാക്രമണങ്ങൾ, ഫോറിൻ ഇൻവേഷൻസ് ആണ്. കുഷാന്മാർ AD 49 പാർത്തിയ സാമ്രാജ്യം ആക്രമിക്കുന്നത്. ആ സമയത്ത് തോമസ് ലീഹ പ്രവർത്തിക്കുന്നു. ഗുണ്ടഫർ ചക്രവർത്തിയായിരുന്നു പാർത്തിയെ ഭരിച്ചിരുന്നത്. AD 44 മുതൽ 49 വരെ തോമസ് ലീഹ പാർത്തിയ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഗുണ്ടഫർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയും ചെയ്തു. 49 കുഷാൻ ആക്രമണത്തെ തുടർന്ന് തോമസ് ലീഹ അവിടെ നിന്ന് ജെറുസലത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഗുണ്ടഫറിൻ്റെ അധികാരവും ഇല്ലാതായി. അത് ഒന്നാമത്തെ ഫോറിൻ ഇൻവേഷൻ. ഈ സമയത്ത് ക്രൈസ്തവർ അവിടെ ഉണ്ടായിരുന്നു, ചെറിയ സമൂഹങ്ങളുണ്ടായിരുന്നു. തുടർന്ന് അധികാരത്തിൽ അവിടെ വരുന്നത് ഗുപ്തന്മാരാണ്. ഗുപ്തന്മാർ ബുദ്ധമതത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്. ക്രൈസ്തവ മതത്തെ ദ്രോഹിച്ചില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ചില്ല. അക്കാലത്ത് ഒരു മതം വളരണമെങ്കിൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയാധികാരികളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ക്രൈസ്തവർ അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുന്നുണ്ട്. അതിൽ ഏറ്റവും സാധ്യതയുള്ളത് അവരവിടുന്ന് സൗത്തിലേക്ക്, തെക്ക് ഭാഗത്തേക്കുള്ള ഒരു കുടിയേറ്റം അല്ലെ മൈഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർ താഴോട്ട് ആദ്യം ഗുജറാത്തിൽ എത്തുന്നു. ഗുജറാത്തിൽ തോമസ് ലീഹ ആദ്യം ഇറങ്ങിയ സ്ഥലമാണ്. ക്രൈസ്തവ സമൂഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. മാത്രമല്ല പിന്നീടുള്ള പല ഗ്രന്ഥങ്ങൾ, ചരിത്രരേഖകളിൽ നിന്നും ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങൾ, വസായി, താനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നോർത്ത് വെസ്റ്റിൽ നിന്നും ക്രൈസ്തവ സമൂഹങ്ങൾ, ക്രിസ്ത്യാനികൾ താഴോട്ട് പോകുന്നു, ഗുജറാത്തിലെത്തുന്നു, ബോംബെയിലെത്തുന്നു. വീണ്ടും അവർ ആ കുടിയേറ്റം തുടരുന്നുണ്ട്. അങ്ങനെ ഗോവയിൽ എത്തുന്നുണ്ട്. ഗോവയിലെത്തുന്നതിനുള്ള തെളിവ് ഫ്രാൻസിസ് സേവിയർ ഗോവയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എഴുതിയ കത്തിനകത്ത് ഇവിടെ വേറെ 2 ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാത്രം ക്രിസ്ത്യാനികളാകാം. വീണ്ടും അവിടുന്ന് കുടിയേറ്റം തുടരുന്നുണ്ട്. 1-2 നൂറ്റാണ്ടുകൾക്ക് ശേഷം കൊങ്കൺ വഴി മംഗലാപുരത്തും എത്തുന്നുണ്ട്. അതിനുശേഷം മംഗലാപുരത്ത് നിന്ന് വീണ്ടും അവർക്ക് സൗത്തിലേക്ക് വന്ന് കേരളത്തിൽ എത്താൻ, കേരളത്തിലെ ക്രൈസ്തവരുമായിട്ട് യോജിക്കുന്നുണ്ട്. ഇനി വടക്കേ ഇന്ത്യയിൽ ഈ ഗുപ്തന്മാർക്ക് ശേഷം പിന്നെ അവരുടെ ക്രൈസ്തവർ ഒത്തിരി പേര് താഴോട്ട് പോകുന്നു. പിന്നെ വെസ്റ്റ് വേർഡിൽ മൈഗ്രേഷൻ ഉണ്ട്, അതുകൊണ്ട് പിന്നീട് കാണും. പിന്നീട് ബാക്കി എന്തെങ്കിലും കുറച്ച് ക്രൈസ്തവർ അവശേഷിച്ചതുകൊണ്ട് അവർ പിന്നീട് മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി തുടങ്ങിയുള്ളവരുടെ തുടർന്ന് മുസ്ലിം ഭരണം നടക്കുന്നുണ്ട്. പിന്നീട് ഡൽഹി സുൽത്താനേറ്റും മുഗൾ ഭരണവുമൊക്കെ വടക്കേന്ത്യ സംഭവിക്കുന്നു. ആ സമയമായപ്പോഴത്തേക്കും ക്രൈസ്തവർ പൂർണ്ണമായിട്ടും അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൗത്ത് വേൾഡ് മൈഗ്രേഷൻ ആണ് ഒരു പ്രധാന കാരണം. നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ തോമസ് ലീഹയുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ സ്ഥാപിച്ച ക്രൈസ്തവ സമൂഹങ്ങൾ ഇല്ലാതാകാനുള്ളത്. താങ്ക് യു. അപ്പം അച്ഛൻ പരാമർശിച്ചതനുസരിച്ച് നോർത്തിൽ നിന്നും ക്രിസ്ത്യാനികൾ സൗത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു ഡൗട്ടാണ്, കേരളത്തിന് പുറമേ ഉണ്ടായിരുന്ന മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒരു സൗത്ത് വേർഡ് ഇമിഗ്രേഷൻ നടന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ കിഴക്കേ ഭാഗം അല്ലെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടുന്ന, പണ്ട് അത് തമിഴകമായിരുന്നു, ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ചോളമണ്ഡലം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊറമാൻഡൽ കോസ്റ്റ് എന്നായിരുന്നു. മൈലാപ്പൂർ അവിടുത്തെ പ്രധാന പട്ടണവുമായിരുന്നു. ആ സ്ഥലത്തും തോമസ് ലീഹ പല സ്ഥലങ്ങളിൽ, കാവേരിപട്ടണം, മൈലാപ്പൂർ തുടങ്ങിയിടത്തെല്ലാം ക്രൈസ്തവ സമൂഹം സ്ഥാപിച്ചിരുന്നു. 2-3 നൂറ്റാണ്ടുകളിൽ അവിടെ നിന്നും ക്രൈസ്തവർ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൻ്റെ പേരിൽ അവിടുന്ന് പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല ഉദാഹരണം കാഞ്ഞിരപ്പള്ളി, അരുവിത്തറ ഭാഗത്തുള്ള മാർത്തോമാ ക്രിസ്ത്യാനികൾ ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ മൈലാപ്പൂർ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തമിഴകത്ത് നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് എന്നാണ്.
അങ്ങനെ വരാനുള്ള കാരണം വടക്കേ ഇന്ത്യയിൽ സംഭവിച്ച പോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമാണ്. അതേസമയം കേരളം ക്രൈസ്തവർക്ക് അന്ന് അനുകൂലമായ സാഹചര്യം ആയിരുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു വെസ്റ്റ് വേഡ് മൈഗ്രേഷൻ കൊറമാൻഡൽ തീരത്തു നിന്നും അല്ലെ ചോളമണ്ഡലത്തിൽ നിന്നും കേരളത്തിലേക്ക് സംഭവിച്ചത്. അതേസമയം ചില ചരിത്രകാരന്മാർ പറയുന്നു ഈ കിഴക്ക് ഭാഗത്തു നിന്ന് അല്ലെ ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് വന്നതുപോലെ തന്നെ കുറച്ച് പേര് സെൻട്രൽ ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്, അല്ലാതെ വലിയ മൈഗ്രേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. കുറേ കുടുംബങ്ങൾ അതും പല നൂറ്റാണ്ടുകളിലായിട്ടായിരിക്കാം. സെൻട്രൽ ഇന്ത്യയിലേക്കും പോയിട്ടുണ്ടായിരിക്കാം. അവരെ ഞാൻ കൂടെ സംശയം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നത് കൂടെ തന്നെ ആയിരിക്കാം. ചിലർ സെൻട്രൽ ഇന്ത്യ, അതായത് മധ്യപ്രദേശ്, ഒറീസ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് 11-ാം നൂറ്റാണ്ടിലെ ഒരു ലിഖിതം ഉദയപൂർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉദയപൂർ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. മധ്യപ്രദേശിലെ സാഗർ പ്രദേശത്തിന് അടുത്താണ്. അത് തെളിയിക്കുന്നത് ക്രൈസ്തവ സമൂഹം മധ്യപ്രദേശിൽ പഴയ കാലത്ത് കാലഘട്ടത്തിൽ ആദ്യ നൂറ്റാണ്ടുണ്ടായിരുന്നു എന്നാണ്. 11-ാം നൂറ്റാണ്ടിലെ ലിഖിതമാണത്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ എവിടെ നിന്ന് വന്നു? ഒരു സാധ്യത ഉണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിൽ നിന്നും ആ സൗത്ത് വേർഡ് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നതോ അല്ലെങ്കിൽ ഈസ്റ്റേൺ തീരത്ത് ചോളമണ്ഡല ഭാഗത്തു നിന്ന് അല്പം മുകളിലേക്ക് പോയതോ ആയിരിക്കാം. പക്ഷെ കൂടുതലും ചോളമണ്ഡലത്തിൽ നിന്ന് അല്ലെ തമിഴ്നാട്ടിൻ്റെ അങ്ങേ തീരത്തു നിന്നും കേരളത്തിലേക്കാണ് വരാൻ സാധ്യത. കാരണം കേരളം അന്ന് മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് സുരക്ഷിത സ്ഥലമായിരുന്നതുകൊണ്ട്. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് മാർത്തോമ ക്രൈസ്തവർ ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്ക് നടത്തിയ മൈഗ്രേഷനുകളെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്കൊക്കെ നടത്തിയ മൈഗ്രേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടാണ്, ഭാരതത്തിനുള്ളിൽ തന്നെ പലയിടങ്ങളിലേക്കായിരുന്നു ക്രൈസ്തവർ മൈഗ്രേറ്റ് ചെയ്തിരുന്നത്, അതോ ഭാരതത്തിന് പുറത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ ഇടങ്ങളിലേക്കോ ക്രൈസ്തവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കണം. തോമാസ് ലീഹായുടെ ഒന്നാമത്തെ പ്രേക്ഷിത പ്രവർത്തനം ഭാരതീയ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ നോർത്ത് വെസ്റ്റ് ഇന്ത്യ ആണെന്ന് ഒരു ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതേസമയം 1-ാം നൂറ്റാണ്ടിൽ തന്നെ, 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ കുഷാനാക്രമണത്തോടു കൂടി അവർ ക്രിസ്തുമതത്തിൻ്റെ വളർച്ച മുരടിച്ചു പോയി. അവിടുന്ന് ക്രൈസ്തവർ ഒരു സൗത്ത് വേർഡ് മൈഗ്രേഷൻ്റെ സാധ്യത നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഇന്ത്യയിലേക്കുള്ള മൈഗ്രേഷൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. മറ്റ് ചില ചരിത്രകാരന്മാർ പറഞ്ഞൊരു ഈസ്റ്റേൺ മൈഗ്രേഷൻ ചൈനയുടെ ഭാഗത്തേക്കും ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. കാരണം കുഷാന്മാർ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങോട്ടും കുറേ കുടുംബങ്ങൾ, ചില സമൂഹങ്ങൾ വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകാം. കാരണം എപ്പോഴും അന്നത്തെ കാലത്ത് മനുഷ്യൻ എവിടെയും താമസിക്കാം, സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയി താമസിക്കാം. അതിർത്തികൾ അന്ന് ഇല്ല. അതേസമയം വളരെ കൃത്യമായ ഒരു മൈഗ്രേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു വെസ്റ്റ് വേർഡ് മൈഗ്രേഷനാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ നിന്നും ഒരു വെസ്റ്റ് വേർഡ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ പേർഷ്യയിലേക്ക്. കാരണം പേർഷ്യയുടെ അതിർത്തി അന്ന് ഇന്ത്യയുടെ തൊട്ടടുത്ത് വരെ ഉണ്ട്. ഫാർസ് ഒരു പ്രധാന പട്ടണമാണ്. ആ ഫാർസിൽ നിന്നാണ് പിന്നീട്, അല്ലെങ്കിൽ അർദഷീർ എന്ന് പറയും, ആ പട്ടണത്തിൽ നിന്നാണ് മെത്രാന്മാർ കേരളത്തിലേക്ക് പിന്നീട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രദേശത്തേക്കും മറ്റ് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കും തീർച്ചയായിട്ടും നോർത്ത് വെസ്റ്റിൽ നിന്നും ക്രൈസ്തവർ, ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർ, സൗത്തിലേക്ക് പോരാഞ്ഞവർ ഒരു വെസ്റ്റ് വേർഡ് മൈഗ്രേഷനിലെ സാധ്യതയുമുണ്ട്. കാരണം ആ ഭാഗത്ത് തോമാസ് ലീഹായുടെ ശിഷ്യരായ അദായി മാറിയും ആണ് സുവിശേഷം പ്രസംഗിച്ചത്. അങ്ങനെ ഒരു ബന്ധവും കൂടിയുണ്ട്. അത് പിന്നീട് ചില പാത്രിയാർക്കീസുമാരുടെ കത്തുകളിൽ നിന്ന് അറിയാൻ സാധിക്കും. തിമോത്തി 1 തുടങ്ങിയുള്ളവരുടെ കത്തുകളിൽ നിന്ന് അത് നമുക്ക് വായിച്ചറിയാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വെസ്റ്റ് വേർഡ് മൈഗ്രേഷൻ അല്ലെങ്കിൽ പേർഷ്യയിലേക്കും ഒരു മൈഗ്രേഷൻ സാധ്യമായിരുന്നു അന്ന്. പക്ഷേ ആ മൈഗ്രേഷൻ പെട്ടെന്ന് അവസാനിക്കുന്നത് 2-3 നൂറ്റാണ്ടുകളിൽ പേർഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെങ്കിലും 340-ലാണ് പേർഷ്യയിൽ ക്രിസ്ത്യൻ മതമർദ്ദനം ആരംഭിക്കുന്നത്. സപ്പോ 2-ാമൻ ചക്രവർത്തി, സസാനിയുടെ വംശത്തിൽപ്പെട്ട സപ്പോ 2-ാമൻ, അദ്ദേഹത്തിൻ്റെ ആ മതമർദ്ദനത്തെ തുടർന്ന് അവിടുന്ന് ക്രിസ്ത്യാനികൾ കേരളത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ പിന്നീടുള്ള ചരിത്രത്തിൽ അറിയുന്നുണ്ട്. അത്
അത് മനസ്സിലാക്കുന്നത് അങ്ങോട്ടുള്ള ആ മൈഗ്രേഷൻ നിന്നായി. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ കുറച്ച് സുരക്ഷിതമാണെന്ന് അറിഞ്ഞതുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം ആയപ്പോഴത്തേക്കും പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് തന്നെ, കാരണം കേരളത്തിലാണെന്ന് ക്രൈസ്തവർ സുരക്ഷിതമായിട്ട് കഴിഞ്ഞിരുന്നത്. അങ്ങനെയൊരു പിന്നെ വെസ്റ്റ്വേർഡ് മൈഗ്രേഷൻ 4-ാം നൂറ്റാണ്ട് മധ്യത്തോടെ ഇല്ലാതാകുകയും തിരിച്ച് അവിടുന്ന് ഒരു സൗത്ത് വേർഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മൈഗ്രേഷൻ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ കേരളത്തിലേക്കാണ് ഇതെല്ലാം നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. കാരണം പിന്നീട് മധ്യകാലഘട്ടത്തിൽ ഇവിടെ വന്നു പോയ വിദേശികളുടെ എല്ലാം റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത് കേരളത്തിലുള്ള ക്രൈസ്തവരെ പറ്റിയാണ്. മൈലാപ്പൂരിൽ 6-7 നൂറ്റാണ്ടുകൾ വരെ കുറേ ക്രൈസ്തവ കുടുംബങ്ങളുണ്ടായിരുന്നു എന്നും ചില കത്തുകളിൽ കാണാം. അതേസമയം മറ്റ് സ്ഥലങ്ങളിലുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ പറ്റി ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻവേഷൻ്റെ ഫലമായിട്ട് ഇല്ലാതായിപ്പോയതോ അല്ലെങ്കിൽ ഈ 2, 3, 4 മൈഗ്രേഷൻ സാധ്യതകളാണ് കാരണങ്ങളായിട്ട് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ വിശകലനം ചെയ്തത് കേരളത്തിന് വെളിയിലുള്ള മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാം വിശകലനം ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്ര വഴികളെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.